സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിയോ BS4ൻ്റെ ഓയിൽ ചേഞ്ചാണ് കാണിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എല്ലാ വാഹനങ്ങളുടെയും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്ത് കാണിക്കുന്നതാണ്. ഒരു വീഡിയോയിലോട്ട് പോകാം. ആദ്യം വേണ്ടത് 12-13 റിങ്ങാണ്. വണ്ടി BS4 ആണ്. ഒരു കട്ടിംഗ് പ്ലെയർ. നമുക്ക് ഓയിൽ ചോർത്താൻ വേണ്ടി ഒരു ട്രേ വേണം. അതിന് വേണ്ടി ഒരു ട്രേ വേണം. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഏത് കമ്പനിയുടെ ആണോ നമുക്ക് ആ കമ്പനിയുടെ വാങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മോട്ടോളിൻ്റെ 10W30 ആണ്. 800 ml ഓയിലാണ്. അടുത്തതായി നമുക്ക് വാഹനത്തിൽ നിന്ന് ഓയിൽ ചോർത്താം. ഈ ഓയിൽ ബോൾട്ട് ഇവിടെയാണ് വരുന്നത്. 12 റിങ് എടുത്ത് ശ്രദ്ധയോടെ സ്ലിപ്പാവാതെ അഴിച്ചെടുക്കാം. അഴിച്ച് നമുക്ക് ഈ ട്രേ എടുത്ത് വെച്ചതിന് ശേഷം ബോൾട്ട് ഫുള്ളാ ഊരി ഓയിൽ ചോർത്താം. നമുക്ക് എഞ്ചിൻ ഓയിൽ ചോർത്തി വിട്ടതിന് ശേഷം നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കുക. എയർ നിന്നാൽ പൂർണ്ണമായിട്ട് ഓയിൽ പുറത്തോട്ട് വരത്തില്ല. അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓയിൽ പൂർണ്ണമായി തീർന്നതിന് ശേഷം 2-3 പ്രാവശ്യം ഈ സൈഡ് ഒന്ന് ചരിച്ച് പിടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഓയിൽ തങ്ങി നിൽക്കാൻ ഇത് പുറത്തോട്ട് വരാൻ സഹായിക്കും. കംപ്ലീറ്റ് ഓയിൽ ചോർന്ന് വന്നെന്ന് ഉറപ്പായതിനു ശേഷം ഓയിൽ ബോൾട്ട് നമുക്കിടാം. ഓയിൽ ബോൾട്ട് വാഷറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് പിടിപ്പിക്കുക. സ്റ്റാർട്ടിങ്ങിൽ കൈ കൊണ്ട് പിടിപ്പിച്ച് ഫുൾ ത്രെഡ് ചെയ്യുക. ഫുള്ള് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിങ് ഇടാൻ പാടുള്ളൂ. സ്റ്റാർട്ടിങ്ങിലാരും റിങ് ഇടൽ ക്രോസ് പിരിയായി ഇപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് മീഡിയം ടൈറ്റ് വയ്ക്കുക. ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയം ടൈറ്റ് വെച്ചതിന് ശേഷം ഓയിൽ സ്റ്റിക്ക് ഊരിയതിന് ശേഷം നമ്മൾ ഓയിൽ ഇതിനോട്ട് ഒഴിക്കാം. ഈ വച്ചൂത്തി വരുന്ന ടൈപ്പ് ഓയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. നമുക്ക് ഒഴിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഫുൾ ഓയിൽ ഇതിനകത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ ഓറിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓറിങ് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്തിടേണ്ടതാണ്. അല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം ലെവലുണ്ട്. 800 ml ആണ് ഒഴിച്ചത്. ഒന്ന് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. ഇതുവരെ വരണം ഓയിൽ. എന്നിട്ട് നമ്മൾ ഇതും കൈകൊണ്ട് തന്നെ ത്രെഡ് ഫുള്ളായി പിടിപ്പിക്കേണ്ടതുണ്ട്. ഫുള്ള് കൈ കൊണ്ട് പിടിപ്പിക്കുക. അല്ലെങ്കിൽ കോസ്പിരി ആയി കഴിഞ്ഞാൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കൈ കൊണ്ട് മുറിക്കിയതിന് ശേഷം പ്ലയർ കൊണ്ട് ലൈറ്റായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറിക്കഴിഞ്ഞു. ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ വാഹനത്തിൽ സ്വന്തമായിട്ട് എഞ്ചിൻ ഓയിൽ മാറാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോയിൽ കാണാം.